ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കപ്പുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പേപ്പർ സ്ട്രോയും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ പോപ്കോണിൻ്റെ വലിയ കപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്ന് നമുക്ക് ഇതെല്ലാം വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ മടക്കി കൊടുത്ത് ഇലകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഓരോ പീസും നമുക്ക് ഇലകളാക്കി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് നമുക്കിന്നൊരു കുഞ്ഞ് പ്ലാന്റ് ചെയ്തെടുക്കാം. ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ അടപ്പ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മളിതിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് നമ്മൾ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നമ്മളത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതളുകളുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ക്രാഫ്റ്റ് വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മളത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതിൽ ഓരോന്നിലും പെയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെയിൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതിലാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെയ്തെടുക്കുന്ന പ്ലാന്റ് നമുക്ക് ഇതിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്ലവറിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മളിതിൽ റെഡ് കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. റെഡ് കളർ പെയിൻറ്റ് നമ്മൾ ഇതുപോലെ കൊടുത്തെടുത്തതിന് ശേഷം വൈറ്റ് കളർ പെയിൻറ്റ് വെച്ച് ഓരോ ഇതളുകളിലും ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നടുക്ക് നമുക്ക് വുളൻ ത്രെഡ് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ സ്ട്രോയിൽ ഗ്രീൻ കളർ പെയിൻറ്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇലകളിലും നമ്മൾ പെയിൻറ്റ് കൊടുത്തെടുക്കുന്നുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ നിന്ന് നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും കൂടെ നമ്മൾ ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളിൽ നമ്മൾ യെല്ലോ കളർ പെയിൻറ്റും കൂടെ ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമുക്ക് ഇതുപോലെ ഉണങ്ങി കിട്ടി. ഇനി നമ്മൾ പേപ്പർ സ്ട്രോയുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ റൗണ്ട് പീസ് ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇലകളും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്ക് ഇലകൾ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇലകളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവറും കൂടെ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫ്ലവറും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വുളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ പ്ലാന്റ് നമുക്ക് അതിനകത്തേക്കൊന്ന് വെച്ച് നോക്കാം. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് വുളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കുഞ്ഞു പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.
ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.